പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ബഹളത്തോടെ തുടക്കം. അദാനി വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിലെ ആദ്യ ദിനം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ബുധനാഴ്ച വരെ നിർത്തിവെച്ചു. രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെ അദാനി വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചത് സഭാധ്യക്ഷൻ തടഞ്ഞു. You are questioning ruling of the chair. If you suspend today's business, we can explain because the Adani One second, sir. regarding this bribery case is affecting the entire Nothing country. is on record. And Nothing is going on record. no, entire Nothing country. is going on record. No, nothing is going on record. Consistently, Nothing is Modi is supporting him. Nothing is going on record. No, you are questioning ruling of the Sir, chair. if you suspend സഭാ സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ അതിരൂക്ഷമായി വിമർശിച്ചു. पार्लियामेंट में स्वस्थ चर्चा हो, ज्यादा से ज्यादा लोग चर्चा में अपना योगदान दें. दुर्भाग्य से कुछ लोगों ने अपने राजनीतिक स्वार्थ के लिए जिनको जनता ने अस्वीकार किया है, वे संसद को भी मुट्ठी भर लोगों के हुड़दंगबाजी से कंट्रोल करने का लगातार प्रयास कर रहे हैं. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് ഈ സമ്മേളനകാലത്തെ പ്രതിപക്ഷ അജണ്ട? പ്രതിപക്ഷ നീക്കങ്ങളുടെ കാതൽ എന്നത് ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ വ്യക്തമായി. അദാനി വിഷയത്തിൽ അതിശക്തമായി ഇരുസഭകളിലും പ്രതിഷേധിക്കുക അല്ലെങ്കിൽ അത് ഉന്നയിക്കുക എന്നത് തന്നെയാണ് പ്രതിപക്ഷ നീക്കം എന്ന് വ്യക്തമാക്കുന്നുണ്ട് ആദ്യ ദിവസം തന്നെ, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ ശീതകാല സമ്മേളനത്തിന് എത്തുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ കൈവശം നിരവധി ആയുധങ്ങൾ സർക്കാരിനെതിരെയുണ്ട്. അതിൽ ഏറ്റവും മൂർച്ചയേറിയ ആയുധം എന്നുള്ളത് അദാനിക്കെതിരായ US-ലെ കേസ് എന്നുള്ളതാണ്. കൂടാതെ മണിപ്പൂർ വിഷയം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കൈവശമുണ്ട്. ഇന്ന് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ഇന്ത്യ സഖ്യ നേതാക്കൾ ഈ അദാനി വിഷയം പ്രധാന വിഷയമായി ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇരു സഭകളും സമ്മേളിച്ച് ലോക്സഭയിൽ 2 സിറ്റിംഗ് അംഗങ്ങളും 3 മുൻ അംഗങ്ങളും ഉൾപ്പെടെ അന്തരിച്ച 5 അംഗങ്ങൾക്കും അനുശോചനം രേഖപ്പെടുത്തി 1 മണിക്കൂർ പിരിയാൻ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. അദാനി വിഷയം ഉന്നയിച്ച് ആ ഘട്ടത്തിൽ തന്നെ ബഹളം ഉയർത്താൻ പ്രതിപക്ഷം ശ്രമിച്ചു. രാജ്യസഭയിലാകട്ടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ തന്നെയാണ് ഈ വിഷയം ഉന്നയിച്ചത്. സഭ നിർത്തിവെച്ചുകൊണ്ട് ഗൗരവതരമായ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ആവശ്യം ചെയർമാൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ നിരാകരിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബഹളം ഉയർത്തി. തുടർന്ന് 15 മിനിറ്റ് നേരത്തേക്ക് രാജ്യസഭ പിരിയുകയായിരുന്നു. ഇരു സഭകളും പിന്നീട് സമ്മേളിച്ച ഘട്ടത്തിലും അദാനി വിഷയം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിമിഷങ്ങൾ മാത്രമാണ് സമ്മേളിക്കാൻ കഴിഞ്ഞത്. 2 സഭകളും ബുധനാഴ്ച വരെ പിരിഞ്ഞിരിക്കുകയാണ്. നാളെ ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളായതുകൊണ്ട് തന്നെ സഭകൾ സമ്മേളിക്കുന്നില്ല. ഈ ഭരണഘടനാ ദിന ആഘോഷങ്ങൾക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യ നേതാക്കൾ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. വിജയകുമാർ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. നാളെ സഭാ സമ്മേളനമില്ല. ഇനി മറ്റന്നാളാണ് ഇരുസഭകളും സമ്മേളിക്കുക. ആദ്യ ദിവസം ഇരുസഭകളും ബഹളത്തിൽ മുങ്ങി അവസാനിക്കുകയും ചെയ്തു.